ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ് കേട്ടോ. തോരനാകുമ്പോൾ ഇത് എന്ത് തോരനാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറയരുത്. നമ്മുടെ ചെറുപയർ മുളപ്പിച്ചതും ചീരയും ചേർത്തിട്ടുള്ള തോരനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. നിങ്ങൾ ഇതുപോലെ ഈ ഒരു തോരൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ടതിന് ശേഷം മുളപ്പിച്ചെടുത്തതാണിത്. ഇതിലും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ, കുറച്ചുകൂടി പയറുണ്ട്. അതുപോലെ തന്നെ 1 പിടി ചീര നമ്മൾ വാങ്ങിക്കുമ്പോൾ 1 പിടി ചീര വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ തണ്ട് വേറെയായിട്ടും ഇല വേറെയായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ചിരവിയത് വേണം. തേങ്ങ കുറച്ച് കൂടുതൽ വേണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്, 1 ഉള്ളി. നിങ്ങൾക്ക് വെളുത്തുള്ളി താല്പര്യമുണ്ടെങ്കിൽ 1 വെളുത്തുള്ളി ചേർക്കാം. ഞാൻ 1 ഉള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയറൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിൽ കുക്ക് ചെയ്യരുത്, ചട്ടിയിലോ പാനിലോ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടുക. കുക്കറിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ഉടഞ്ഞു പോകാതെ വേണം ചെറുപയർ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ പയർ മുളപ്പിക്കുന്ന വീഡിയോ നമ്മൾ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഇട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പയർ കുറച്ച് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ബാക്കിയും കൂടി ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയും ഉണ്ടാവും കേട്ടോ. 1 കപ്പ് പയർ മുളച്ച് വന്നു കഴിയുമ്പോൾ ഒരു ചട്ടി നിറയെ ഉണ്ട്. ഇതിനി കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പകുതി എടുത്ത് വയ്ക്കാം. ഇതുപോലെ മുളപ്പിച്ചിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചെറുപയറാണിത്. അപ്പോൾ ഈ ഒരു പയർ നമ്മൾ മെഴുക്കുരുട്ടി ഉണ്ടാക്കിയോ കറി ഉണ്ടാക്കിയോ കഴിക്കുമ്പോൾ ടേസ്റ്റ് അത്ര, നമ്മൾ പുറമേ നിന്ന് പയർ വാങ്ങിച്ചിട്ട് കഴിക്കുന്ന അത്രയും ടേസ്റ്റ് ഇല്ല. അപ്പോൾ അതിന് നമ്മളത് വേസ്റ്റ് ആക്കി കളയാതിരിക്കാൻ, ഈ പയർ വേസ്റ്റ് ആക്കി കളയാതിരിക്കാനായിട്ട് നമ്മൾ മുളപ്പിച്ചിട്ട് കറികൾ ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസം വരില്ല. മുളപ്പിച്ച പയറിന് പ്രത്യേകിച്ച് ടേസ്റ്റ് കൂടുതലുണ്ട്. നമ്മൾ മുളപ്പിച്ച പയർ മെഴുക്കുരുട്ടിയൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആ മെഴുക്കുരുട്ടിയുടെ ടേസ്റ്റും ആ തോരൻ്റെ ടേസ്റ്റും ഒക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പയർ വേസ്റ്റ് ആയി പോവാതെ നമുക്ക് കൂടുതൽ ഗുണങ്ങളോടുകൂടി കിട്ടും. എന്താണെന്ന് വെച്ചാൽ മുളപ്പിച്ച പയറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രോട്ടീനൊക്കെ കൂടുകയാണ് ചെയ്യുക. പയറിൽ പ്രോട്ടീനാണുള്ളത്. പ്രോട്ടീൻ കൂടുകയാണ് ചെയ്യുക മുളപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുളപ്പിച്ചിട്ട് റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് കുക്കായി പോകരുത്, ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇത്രയും പയർ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പയറിൽ കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നമുക്ക് ചീരയുടെ തണ്ടും കുക്ക് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഓടിപ്പോയാലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്ന് കുക്കായി വരട്ടെ. ഇനി ഒന്ന് കുക്കായി വരുന്ന സമയത്ത്, തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചീരയുടെ തണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. ചീരയുടെ തണ്ട് പയറിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചാൽ പെർഫെക്റ്റായിട്ട് കുക്കായി വന്നോളും. ചീരയുടെ ഇലയ്ക്ക് അധികം കുക്കിംഗ് ടൈം ഇല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ തണ്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇത് മുളപ്പിച്ച പയർ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മുളപ്പിച്ച പയർ തോരൻ വയ്ക്കാം, മുളപ്പിച്ച പയർ മെഴുക്കുരുട്ടി ഉണ്ടാക്കാം, മുളപ്പിച്ച പയർ ഉപയോഗിച്ച് കറികൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് റെസിപ്പികൾ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ മുളപ്പിച്ച പയർ ഉപയോഗിച്ചിട്ട്. നമ്മളിപ്പോൾ ചീരയുടെ കൂടെ ചേർത്ത് തോരനാക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റേഷൻ കടയിലെ ചെറുപയറിൻ്റെ ടേസ്റ്റ് ഇഷ്ടക്കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മുളപ്പിച്ചിട്ട് ചെയ്യൂ. ഇല്ലെങ്കിൽ മുളപ്പിക്കാതെ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യാം. മുളപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഗുണങ്ങളോടുകൂടി നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഇതൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചീരയുടെ തണ്ട് ചേർക്കാം. അതിനുശേഷം നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പയറൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചീരയുടെ തണ്ട് ചേർക്കാം. പയറൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി വരും കേട്ടോ. അത്രയും കുക്കായാൽ മതി. നമുക്ക് കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കാൻ പറ്റണം. ആ രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചീരത്തണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. കണ്ടോ, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിൽ ചീര കുറച്ച് മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചെറുപയർ മുട്ടത്തോരൻ റെഡിയാക്കാം, ഇതുപോലെ തന്നെ പയർ മുളപ്പിച്ചിട്ട്. അപ്പോൾ അത് വേറെ ദിവസം നമുക്ക് ചെയ്യാം. ഞാൻ റെസിപ്പി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നോൺ വെജിറ്റേറിയൻസിന് പയർ മുട്ടയും ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാം. ഇതിപ്പോൾ മുളപ്പിച്ച പയർ ഉപയോഗിച്ച് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് റെസിപ്പികൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളത്. വലിയ ഉള്ളിയാണെങ്കിൽ 1 മതി.
1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് നമ്മുടെ ക്യുമിൻ സീഡ്സ് എടുക്കുക. നിങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ മാത്രം മതി 1/2 ടീസ്പൂൺ, ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കുരുമുളക് ചേർക്കാറില്ല തോരനിൽ, പക്ഷേ ഈ തോരനിൽ കുരുമുളക് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും. 2-3 ഇതിൽ കറിവേപ്പിലയും. ഇത് ആദ്യം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ വല്ലാതെ ഒതുങ്ങിപ്പോവും. ഇതൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരാൻ സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം ക്രഷ് ചെയ്തിട്ട് തേങ്ങ ചേർക്കുകയാണെങ്കിൽ തേങ്ങ ഒതുങ്ങി പോവാതെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ തേങ്ങ ഒഴുകിയുള്ള മിക്സ് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് തേങ്ങയും കൂടി ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇതാ തേങ്ങ എടുത്ത് വെച്ചിരുന്നത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതൊന്ന് തോരൻ്റെ ഭാഗത്തിൽ ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതാ തോരൻ്റെ ഭാഗത്തിൽ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഈ ഒരു ഭാഗത്തിൽ മതി. ഇതിൽ നന്നായിട്ട് അരഞ്ഞു പോരുത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചീരയൊക്കെ കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മൾ ചീരയും പയറും ചേർത്ത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പയറും ചീരയും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീര ഇല ചേർക്കാം. ഇപ്പോൾ തണ്ടാണല്ലോ നമ്മൾ ആദ്യം ചേർത്തത്. വെള്ളം വറ്റിയിട്ടില്ല കേട്ടോ. വെള്ളം വറ്റുന്നതിന് മുന്നേ തന്നെയായിട്ടാണ് നമ്മൾ ചീരയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ആവി വരുമ്പോൾ ചുരുങ്ങി വന്നോളും. അപ്പോൾ നമുക്കിത് റെഡ് കളറിൽ ചീരയിലും ചെയ്യാം, ഈ ഒരു ഗ്രീൻ കളറിൽ ചീരയിലും ചെയ്യാം. 2 കളർ കോമ്പിനേഷൻ വരുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഒറ്റ കളറിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നന്നായിട്ടൊന്ന് ആവി വരട്ടെ. അപ്പോൾ നമ്മുടെ ചീരയില ചേർത്തിട്ട് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ചീരയുടെ ഇല കുക്കായി വരാൻ അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. വേഗം തന്നെ കുക്കായി വരും. ഇതെല്ലാം നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളത്തിൽ തന്നെയാണ് കുക്കായി വരുന്നത്. ഞാൻ പിന്നീട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് മാത്രം കുറച്ച് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു. ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ചീരയില ഒന്ന് കുക്കായി വന്നിട്ട് വേണം നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട്. ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ കുക്കായി വരണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് അരപ്പ് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ അരപ്പിൻ്റെ കൂടെ ഇരുന്നിട്ട് ചീരയുടെ ഇലയും കൂടി കുക്കായി വന്നോളും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, കുറച്ച് വെള്ളമുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാവുന്ന ഒരു സ്റ്റേജാണ്. ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോഴേ നമ്മുടെ അരപ്പും കൂടി കുക്കായി വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ നടുഭാഗത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേഗം കുക്കായി കിട്ടും. ഇനി നമുക്കിതിൽ പയർ ഉപയോഗിച്ച് അരപ്പൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ലിഡ് ഉപയോഗിച്ച് കവർ ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിയലിനൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് അരപ്പിലേക്ക് ആവി കയറി കുക്കായി വന്നോളും. പയറൊക്കെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അരപ്പും കൂടി ഒന്ന് കുക്കായി വന്നാൽ മതി. നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, വെള്ളം വറ്റിപ്പോവും. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയി. നമുക്ക് വീണ്ടും ഒന്ന് തുറന്നിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാൻ നോക്കിയിട്ടില്ല വെള്ളം ഉണ്ടോയെന്ന്. കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് വറ്റിക്കാം. അടച്ചു വെക്കണ്ട. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പയറൊക്കെ കുഴഞ്ഞു തുടങ്ങും. ഇപ്പോൾ എല്ലാം കറക്റ്റാണ് കണ്ടോ. ചീരയുടെ ഇലയൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കുക. എരിവ് കുറവാണെങ്കിൽ വീണ്ടും കുരുമുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ പച്ചച്ചീര ആകുമ്പോൾ പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരത് കടിക്കാൻ സാധ്യതയുണ്ട്, എരിവ് കൂടിപ്പോവും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുരുമുളക് പൊടിയാണ് ചേർക്കാൻ നല്ലത്. ഇതിനെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. നടുഭാഗത്ത് നിന്ന് നമുക്ക് നീക്കി നോക്കുമ്പോൾ മനസ്സിലാവും വെള്ളമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റി വരുന്നത് വരെ ഇതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എരിവും കറക്റ്റാണ്. ഒരുപാട് എരിവുള്ള തോരനല്ല കേട്ടോ. ഈ ഒരു തോരൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു 11 മണി സമയത്തൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ വിശക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു തോരനൊക്കെ കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ശരീരത്തിന് ദോഷകരമായിട്ടൊന്നും ഇതിലില്ല. അതുപോലെ പയർ മുളപ്പിച്ചിട്ടോ കടല മുളപ്പിച്ചിട്ടോ ഒക്കെ നമുക്ക്
തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. തോരൻ തന്നെ ആവണമെന്നില്ല, സാലഡ് ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെ പല റെസിപ്പികളും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, മുളപ്പിച്ച കടലയൊക്കെ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ പയർ തോരൻ ഡ്രൈ ആയി വരുന്നുണ്ട്. പയർ തോരനല്ല, പയർ ചീര തോരൻ ഡ്രൈ ആയി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. ഇതാ തോരനിലുള്ള വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. അധികം വെള്ളമൊന്നുമില്ല. ഇനി 1 കപ്പ് ചെറുപയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും കറി ഉണ്ടാക്കാൻ പറ്റിയില്ലേ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കഞ്ഞിയുടെ കൂടെയും കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, വെറുതെ കഴിക്കാം, ചായയുടെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാം. അങ്ങനെ പല സമയത്തും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിത് മാറ്റി വയ്ക്കട്ടെ. വേറൊരു പാൻ വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും, ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ തോരൻ്റെ പരിപാടി. വളരെ ഈസി ആയിട്ടുള്ള, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ ചീരത്തോരൻ റെഡി ആയിക്കഴിഞ്ഞു. ഇത് നമ്മൾ ഊണ് കഴിക്കുമ്പോൾ നന്നായിട്ട് അടിഭാഗം ചേർത്ത് ഇളക്കിയെടുക്കുക. ആ വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഞാനിതിപ്പോൾ ഫോട്ടോ എടുക്കാനായതുകൊണ്ടാണ് ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കാത്തത്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് തന്നെ കഴിക്കാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി ആയിട്ടുള്ള, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ചും ചെറുപയർ അത്ര താല്പര്യമില്ലാത്ത ആളുകൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയാണിത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുളപ്പിച്ച പയറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.